നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഓൺലൈൻ വാർത്താ ചാനലായ മറുനാടൻ മലയാളിയും ബിസിനസ്സുകാരനായ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നിരുന്നു. സത്യം പറഞ്ഞാൽ അത് കുറച്ച് ദിവസങ്ങളായുള്ള പ്രശ്നമല്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ മറുനാടൻ വാർത്താ ചാനലിലെ പ്രധാന അവതാരകനായ ഷാജൻ സ്കറിയ ചെയ്ത വാർത്തകൾ ബോബി ചെമ്മണ്ണൂരിനെ ഒരു സുപ്രഭാതത്തിൽ പ്രകോപിപ്പിക്കുന്നു. മറുനാടൻ വിളിച്ചാൽ ഓഫീസിലേക്ക് തെളിവുകളുമായി എത്താമെന്നും വാദങ്ങൾ ശരിയാണ് എന്ന് തെളിഞ്ഞാൽ ഒരു തുക സമ്മാനമായി നൽകാമെന്നും ബോച്ചെ വെല്ലുവിളിക്കുന്നു. ഞാനിത് മുഴുവൻ പ്രേക്ഷകരോട് പറയേണ്ടതില്ല, കാരണം പിന്നീട് അവർ തമ്മിലുണ്ടായ പോർവിളികളും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും മുഴുവനായി അല്ലെങ്കിലും ഭാഗികമായെങ്കിലും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അവർ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ പറഞ്ഞു വെച്ച തീയതി ഇന്നായിരുന്നു. മറുനാടൻ ഇന്നേ ദിവസം ലൈവ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടെ കാത്തിരിക്കുന്നു. പക്ഷേ ബോച്ചെ അവിടെ എത്തുന്നില്ല. മറുനാടൻ ഒറ്റയ്ക്ക് ലൈവും ഇട്ടു. ലൈവിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ബോച്ചയോടുള്ള വിയോജിപ്പ് ഷാജൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞൊരു വാചകം തന്നെയും പിന്നെയും എടുത്തുപയോഗിച്ചുകൊണ്ടായിരുന്നു മറുനാടൻ്റെ പൊങ്കാലയിടൽ. തന്നെയുമല്ല, അവസാനം മറുനാടൻ പറഞ്ഞത് ഒരല്പം ഭീഷണി കലർന്നൊരു സ്വരമായിരുന്നു എന്നുകൂടി എനിക്ക് സംശയം തോന്നി. ഒരാഴ്ച വരെ മറുനാടൻ മലയാളിയുടെ ഫ്ലോർ ബോച്ചയെ കാക്കുമെന്നും എത്താത്ത പക്ഷം ബോച്ചയ്ക്ക് എതിരെയുള്ള സർവ്വ തെളിവുകളും ചാനലിലൂടെ പുറത്തുവിടുമെന്നുള്ളൊരു മുന്നറിയിപ്പും മറുനാടൻ ഷാജൻ അവസാനം നൽകുന്നു. കേരളം മുഴുവൻ ഒരു കണ്ണീർ കയത്തിൽ നിൽക്കുമ്പോൾ ഈ ലൈവ് ഒഴിവാക്കിക്കൂടെ എന്നുയർന്നേക്കാവുന്ന എല്ലാ വാദഗതികളെയും തുടക്കത്തിലെ കടിഞ്ഞാണിട്ടുകൊണ്ടായിരുന്നു ഷാജന്റെ തത്സമയം. അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. പ്രശസ്ത ജ്വല്ലറി ഉടമയായ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ താനൊരു നീതിമാനായ മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ മറുനാടൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നു എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ഈ സ്റ്റുഡിയോയിൽ പ്രേക്ഷകർ കാണാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു കസേര ഒഴിച്ചിട്ടിരിക്കുന്നു. 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. 2 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിൽ എന്നോട് തിരഞ്ഞെടുക്കാനാണ്. ഞാൻ പറഞ്ഞു 5-ാം തീയതി ആണ് എനിക്ക് താല്പര്യം. അദ്ദേഹം 11 മണിയാണ് പറഞ്ഞത്. 5-ാം തീയതി 11 മണിയാണ് എനിക്ക് താല്പര്യം. ഇനി 5-ാം തീയതി അസൗകര്യമുണ്ടെങ്കിൽ 4-ാം തീയതി ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഇതുവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പീയൂഷിനോട്, ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനോട് ഒന്നിലധികം തവണ വിളിച്ചാൽ ഷാജനുമായിട്ടൊന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുമായി ബന്ധമുള്ള ആകെപ്പാടെ സംസാരിച്ചിട്ടുള്ള ഒരാൾ പീയൂഷാണ്. അതേസമയം ബോബി ഇത് പറഞ്ഞ് മുങ്ങി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. പ്രേക്ഷകർ അത് കണ്ടു കാണും. ആ മുങ്ങി എന്ന് പറയുന്ന വീഡിയോയ്ക്ക് മറുപടിയുമായി ഒരു ഓൺലൈൻ ചാനലിൽ അദ്ദേഹം എത്തുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കൊരു തന്തയേ ഉള്ളൂ, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും. ഞാൻ സ്വാഭാവികമായും വിശ്വസിച്ചു പോയി. ദേവസ്വക്കുട്ടി എന്ന തൃശ്ശൂരുകാരനാണ് അദ്ദേഹത്തിന്റെ തന്ത അല്ലെങ്കിൽ പിതാവെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തന്ത മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ എനിക്ക് അങ്ങനൊരു സംശയം നേരത്തെയുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു തന്ത മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ ചാനലിൽ അഭിമുഖം കണ്ടു. അത് അദ്ദേഹത്തെ വെളുപ്പിക്കാനുള്ള ഒരു അഭിമുഖമായിരുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് അവരുടെ തീരുമാനം. ഞാൻ വരുമെന്ന് തന്നെ കരുതി. ഞാൻ വരും എന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതിനിടയിലാണ് നമുക്കറിയാം വയനാട്ടിലെ ദുരന്തമുണ്ടാവുന്നത്. ഈ ദുരന്തകാലത്ത് ഇങ്ങനെ ഒരു സംവാദം ഉചിതമോ എന്ന ചോദ്യം പലരും ഉയർത്തി. ഞാനും ഓർത്ത് ശരിയാണല്ലോ, ചിലപ്പം ആ കാര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന്. പ്രത്യേകിച്ച് ബോച്ചെ വയനാട്ടിലൊക്കെ പോയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനോട് സംസാരിച്ചു അവിടെ വെച്ച്. അപ്പോൾ സ്വാഭാവികമായും ബോച്ചെ അവിടെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് അദ്ദേഹം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, നാളെ അതായത് 7-ാം തീയതി അദ്ദേഹം ആലക്കോട് ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്ത്, കണ്ണൂരിലെ ആലക്കോട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികൾക്കൊന്നും മാറ്റമില്ലാതിരിക്കവേ അദ്ദേഹത്തിന് ഈ പരിപാടി മാറ്റേണ്ട ആവശ്യമില്ല. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അതിനിടയിൽ ഇന്ന് ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വാസ്തവത്തിൽ ലൈവിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. ഞങ്ങളുടെ ലൈവ് സ്റ്റുഡിയോയിൽ പല ക്യാമറകൾ ഒരുങ്ങി, ലൈവ് സംപ്രേഷണത്തിന്റെ ഘടനകളെല്ലാം ശരിയാക്കി. ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ സെക്കൻഡിൽ, അതായത് ഞാൻ ഈ ലൈവ് തുടങ്ങാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറിയിരുന്നത് ഇപ്പോഴാണ്. ഈ കയറിയിരിക്കുമ്പോൾ എനിക്കൊരു സന്ദേശം വരുന്നു. ഞാൻ ആ സന്ദേശം വായിച്ചു നോക്കി. ആ സന്ദേശത്തിൽ പറയുന്നത്, ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോയമ്പത്തൂരിൽ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയൊരു സംരംഭം, തട്ടിപ്പെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല, അതിന്റെ ഉദ്ഘാടനത്തിന് കോയമ്പത്തൂർ പോകുന്നതാണ്. അത് ഇന്ന് രാവിലെ 7 മണിക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഉദ്ഘാടനം എന്നാണ് ഞാൻ കണ്ട ഒരു ബ്രോഷർ. അതെങ്ങനെയാണ് റെയിൽവേയുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്വകാര്യ സംരംഭത്തിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് എനിക്കറിയില്ല. എങ്കിലും ഇന്ന്, അതായത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാവിലെ 7 മണിക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ബോച്ചയുടെ ഒരു ഉദ്ഘാടന ചടങ്ങ് അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നതിനർത്ഥം വയനാട്ടിലെ ദുരന്തം കൊണ്ട് അദ്ദേഹം ഒഴിവായതല്ല, ബോധപൂർവം ഒഴിവായതാണ് എന്നാണ്. ഞാൻ പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഞാനതിനാണ് ഈ കസേര വെറുതെ ഇട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം 11 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഗതാഗത തടസ്സം ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് അദ്ദേഹം വരും, വരാതിരിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനൊരു ഈ ലൈവ് ഒരു 10-15 മിനിറ്റ് കൂടെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു.
ചെമ്മണ്ണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന തൃശ്ശൂരിൽ പരമ്പരാഗതമായുള്ള സ്വർണ്ണക്കടക്കാരുമായി ഇവർക്കൊരു ബന്ധവുമില്ല. ഞാൻ അതിൻ്റെ ഇപ്പോഴിരിക്കുന്ന ചെമ്മണ്ണൂർ ജുവലേഴ്സിൻ്റെ ഉടമസ്ഥരിൽ പലരുമായി ഞാൻ സംസാരിച്ചു. കാരണം ബോബി ചെമ്മണ്ണൂരിനെ എല്ലാവർക്കും പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാര്യമായ പണമൊന്നും ചാനലുകൾ കൊടുക്കുന്നില്ല. അച്യുതാനന്ദൻ്റെ വീട്ടിൽ ചെന്ന് കാലെ പിടിച്ച് തട്ടിപ്പാണ് സാർ, എന്നോട് ക്ഷമിക്കണം സാർ, മറ്റൊരു നിവൃത്തിയില്ല സാർ, നാട്ടുകാരെ രക്ഷിക്കാനാണ് സാർ പറഞ്ഞ് കാലെ പിടിച്ച് ഊരിപ്പോയതാണ്. അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞതാണ്. പറയുന്ന വാക്കൊന്നും ചെയ്യില്ല. ഇപ്പം മറോഡാനയുടെ മ്യൂസിയം ഉണ്ടാക്കുന്നു, അതായത് മറോഡാനയുടെ സ്വർണ്ണപ്രതിമ ഉണ്ടാക്കുന്നു. ഈ സ്വർണ്ണപ്രതിമ കൊണ്ട് ജാഥ നടത്തുന്നു. അവിടെ ഖത്തറിൽ കൊണ്ട് മ്യൂസിയത്തിൽ വെക്കുമെന്ന് പറഞ്ഞു. ഖത്തറിൽ മ്യൂസിയം ഉണ്ടോ? മ്യൂസിയത്തിൽ മറോഡാനയുടെ ഇത് വെക്കാൻ അനുമതി ഉണ്ടോ? ഇത്രയും വലിയൊരു സ്വർണ്ണപ്രതിമയുമായി അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടോ? അവിടെ ഇമ്പോർട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ജാഥ നടത്തി ബോംബെ ചെന്നു. PRO മരിച്ചുപോയി. അതോടെ അവസാനിച്ചു. ആരും അന്വേഷിക്കുന്നില്ല, പത്രങ്ങൾ അന്വേഷിക്കുന്നില്ല. രക്തബാങ്ക് തുടങ്ങിയോ? ആരും ചോദിക്കുന്നില്ല. മറോഡാനയുടെ മ്യൂസിയം കൊണ്ട് വെച്ചോ? ചോദിക്കുന്നില്ല. സ്ത്രീകളുടെ 2000 കടകൾ തുടങ്ങിയോ? ആരും ചോദിക്കുന്നില്ല. ഹോളിഡേ ഇതുണ്ടോ? ഓക്സിജൻ സിറ്റി തുടങ്ങിയോ? ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഇമേജ് ഉണ്ടാക്കി വാർത്തകളിൽ നിറഞ്ഞ് ജനങ്ങളുടെ മേൽ ആത്മവിശ്വാസം ഉണ്ടാക്കി നാട്ടുകാരെ കഴിക്കുന്ന പണം വാങ്ങണം. ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ. ഞാനിത് ഇത്ര നേരം ഇപ്പോൾ 11:49 11:50 ഇനി അദ്ദേഹത്തെ കാത്തിരുന്നൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ശൂന്യമായ കസേരയെ സാക്ഷ്യമാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ ലൈവായിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. ഒരു കാര്യവും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ലൈവായിട്ടാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം വരുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഒരാഴ്ച കൂടി ഞാൻ കാത്തിരിക്കും. ഒരാഴ്ചയ്ക്കും അദ്ദേഹം വരുന്നില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന രേഖകൾ മുഴുവൻ ഓരോ എപ്പിസോഡുകളായി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കും. ഇതുവരെ വന്നതും വരാത്തതുമായ ഇദ്ദേഹത്തിൻ്റെ വിശാലമായ തട്ടിപ്പുകൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. ഇരകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ ഇല്ലാതാക്കും, അതുകൊണ്ട് കൊടുക്കരുതെന്നാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇരകളുടെ ശബ്ദരേഖകളും, സാഹചര്യം ഉണ്ടായാൽ കൊടുക്കാതിരിക്കാൻ എനിക്ക് ആഗ്രഹം, ഇരകളുടെ ശബ്ദരേഖകൾ ഞാൻ പുറത്തുവിടും. ബോബി ചെമ്മണ്ണൂർ ഒരാഴ്ച കൂടി ഞാൻ സമയം തരാം. അങ്ങ് നീതിമാനാണെങ്കിൽ, സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നെങ്കിൽ, തട്ടിപ്പ് നടത്തുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ചോദ്യം ആളുകൾ ചോദിക്കും. ഞാൻ ആരുമല്ല, ജനങ്ങളുടെ ശബ്ദമായി നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അത് അവതരിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. വെല്ലുവിളിക്കുകയല്ല, അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരുടെ പണം നഷ്ടപ്പെടരുത്, ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? ബോച്ചെ ഇതിനോട് പ്രതികരിക്കുമോ? അതോ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നേരിട്ടെത്തുമോ? ഇനി മറുനാടൻ പറയുന്നത് പോലെ ബോച്ചെ പേടിച്ച് മുങ്ങിയതാണോ? എന്താണെങ്കിലും ബോച്ചയ്ക്കെതിരെ നിരവധി കമൻറ്റുകൾ വീഡിയോയുടെ താഴെ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോച്ചയുടെ ഒരു പ്രതികരണം എന്തുകൊണ്ടും ഇപ്പോൾ അനിവാര്യമായിട്ടുണ്ട്. സത്യം എന്താണെങ്കിലും അത് ഉടൻ തന്നെ പുറത്തു വരട്ടെ.